സെക്യൂരിറ്റി ചേട്ടനെത്തി. ചേട്ടാ ഇതെന്റെ ലാസ്റ്റ് പെഗ. നമുക്ക് ലൗസി പഠിക്കാം പ്ലീസ് പ്ലീസ് പ്ലീസ്. എന്താണ് പരിപാടി? സാർ നെപ്പോളിയൻ അകത്തിരിപ്പുണ്ടോ? ചേട്ടാ കള രാത്രി തൊപ്പിയൊക്കെ വെച്ചിരിക്കുക. വണ്ടിയും കണക്കാം, ഒന്നും നേരെ നിൽക്കത്തില്ല. എന്തൊക്കെയാടേ കേക്കുന്നേ? അവൻ എന്തിയടി? അവൻ കിടന്നു. കിടന്നോ? കിടക്കാൻ വേണ്ടി എന്തിനാ ഇങ്ങോട്ട് വന്നത്? ആ റോഡിലെങ്ങാനും കിടന്നാ പോരായിരുന്നു? അതല്ലയോ കുടിയന്മാരുടെ ശീലം. അവനൊരു അബദ്ധം പറ്റിയതാ. അവനല്ലടി, എനിക്ക് അബദ്ധം പറ്റിയത്. ഇക്കാലത്തിനിടയ്ക്ക് എനിക്ക് ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. പുന്നാര മോൻ കാരണം ഇപ്പൊ അതുമായി. ആ പോലീസുകാരന്റെ ചോദ്യം കേട്ടെന്റെ തൊലി ഉരിഞ്ഞു പോയി. ആദ്യം അടിപിടി, ഇപ്പൊ കള്ളുകൂടി. അവൻ എന്തിന്റെ കുറവാടി ഇവിടെ? അവന്റെ താഴെ വരുത്തിക്കൊണ്ടല്ലേ ഇവിടെ. ഇവിളെക്കാളും സൗകര്യത്തിലല്ലേ അവൻ ജീവിക്കുന്നത്, ഒരു കുറവും വരാതെ. ഞാൻ ഈ കിടന്ന് രാപകല് പണിയുന്നത് അതിന്. അതുകൊണ്ട് ഒരു കാര്യമില്ലെന്ന് വെച്ചാ അത് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നവര് മാത്രം ഇവിടെ നിന്നാ മതി. അത് അവനായാലും നീ ആയാലും. തെറ്റ് നമ്മുടെ ഭാഗത്താടാ. അവര് വിഷമം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി നീ എന്തിനാ വീട്ടിൽ നടക്കി നടക്കുന്നത്? ഇനിയും സോൾവ് ചെയ്യണ്ടേ? അത് സോൾവ് ചെയ്യാനൊന്നും ഇല്ല അളിയാ. അവർക്കറിയാം ഞാൻ തിരിച്ച് അങ്ങോട്ട് തന്നെ ഇല്ലൂന്ന്. പിന്നെ അച്ഛനോട് ദേഷ്യപ്പെട്ടിട്ടൊന്നുമല്ല, ഞാൻ എന്നോട് തന്നെയുള്ള ഒരു വാശിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇതിനു മുമ്പ് എത്ര പ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ട്, ഇനി എത്ര പ്രാവശ്യം ഇറങ്ങാൻ കിടക്കണു? സാധനം റെഡി. പിന്നെ കള്ളു വാങ്ങിച്ചോണ്ട് വന്നിരിക്കുകയാണ്. എന്ത് സ്വഭാവമാടാ ഇത്? ചുമ്മാ ക്രിസ്മസ് ആയിട്ട് ഉടക്കാൻ നിക്കല്ലേ. ബിയർ മാത്രമേ ഉള്ളൂന്ന്. കള്ളല്ലേ? കള്ളല്ലേ ചോദിച്ചാ കള്ള. പക്ഷെ നമ്മളെ പോലത്തെ സ്ഥിരം കുടിയന്മാര് ബിയറിനെ എന്തെങ്കിലും കള്ളായിട്ട് കണക്കൂട്ടിട്ടുണ്ടാ? ഓ, സാറിന് പുതിയ കണ്ടുപിടുത്തമായിരിക്കും. അളിയാ സീരിയസ്. മാറുന്ന രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക ചുറ്റുപാടുകൾ കണക്കിലെടുത്ത് നമ്മൾ ഇന്നത്തോടെ വെള്ളോടി നിർത്തുകയാണ്. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കണേ. എപ്പോഴും എനിക്ക് കള്ളം പറയാൻ പറ്റില്ല. അതെ, വെള്ളോടി പാർട്ടിക്ക് ഞാനില്ല. ഇത് നമ്മുടെ ലാസ്റ്റ് വെള്ളോടി. ഇനി നമ്മൾ ന്യൂ ഇയറിനെ വെള്ളോടിക്കുള്ളൂ. ചുമ്മാ ഷോ കാണിക്കാതെ വേണേ വന്നില്ലടി. ഓക്കേ ഗയ്സ്, ഹാപ്പി ക്രിസ്മസ്. അങ്ങനെ ആഘോഷ പരിപാടികൾ ആരംഭിക്കുന്നു. എല്ലാവരും അവരവരുടെ കുപ്പികൾ കരസ്ഥമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടേ? എടാ, നിങ്ങൾക്ക് വേണ്ടി വീട് വിട്ട് ഇറങ്ങി വന്നവനാ ഞാൻ പറഞ്ഞിട്ട് ഇന്ന് അടിച്ചില്ലെങ്കിൽ മോശവും. അടിക്കടാ അടിയടേ. എടാ അടിയടാ. നിർബന്ധിക്കണം. നിർബന്ധിക്കണം പട്ടി. അളിയാ, ഏറ്റവും ദൂരത്തിൽ ഇപ്പൊ എടുക്കുന്ന ആരാ നോക്കാം. എന്തുവാടെ ഇത്? 1.5 മോട്ടർ. നിന്റെ ബാക്കി അടിക്കാൻ ഞാനും വരട്ടെ. വേണ്ട, ഞാൻ ഒറ്റക്ക് അടിച്ചോളാം. പിന്നെ
എനിക്കൊരു സിപ്പ് താ. ഈ വർഷത്തെ ഹിറ്റ് വീഡിയോ. ഹലോ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. നില്ല ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിട്ടാ. ഞാൻ അങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞില്ലേ, ഞാനൊരു പ്രശ്നത്തിലാണ്. ഞാൻ എപ്പ വിളിച്ചാലും ഓരോ പ്രശ്നങ്ങളാ. അത് തീർന്നിട്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. പൂജ, ഇതങ്ങനെയല്ല. അതൊന്നും എനിക്കറിയണ്ട. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പറയുന്നൊന്ന് കേക്കും. ഞങ്ങൾ ശരിക്കും ഒരു പ്രശ്നത്തിലാണ്. ഓ, ഞങ്ങൾ അപ്പ അവന്മാരും ഉണ്ട് കൂടെ. എനിക്കിപ്പ അറിയണം, ഞാനാണോ അത് നിന്റെ സുഹൃത്തുക്കളാണോ നിനക്ക് വലുത്? എടാ, ഒരു ആക്സിഡന്റ് പറ്റി. ചോദിച്ചതിന് ഉത്തരം പറ. ഞാനോ അതോ നിന്റെ ഫ്രണ്ട്സോ? ആരാ നിനക്ക് വലുത്? ഫ്രണ്ട്സ്. ഡാ, 24 മണിക്കൂർ കഴിഞ്ഞാൽ റിപ്പീറ്റ് സ്കാനിങ് ഉണ്ട്. അത് കഴിഞ്ഞേ കറക്റ്റായിട്ട് അറിയൂ. പക്ഷെ നമ്മൾ പൈസ റെഡിയാക്കി വെച്ചേ പറ്റൂ. എവിടുന്ന് ഉണ്ടാക്കൂടാ ഇത്രയും കാശ്? നമുക്ക് സേവിച്ചിനോടും ചോദിച്ചു നോക്കിയാലോ? എന്നിട്ടെന്ത് പറയാനും? അയാൾക്ക് വണ്ടി കച്ചവടം കൊള്ളാല്ലേ? നമ്മുടെ അടങ്ങി 1-2 ബൈക്കുണ്ടല്ലോ.